ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ തല്ലുന്നവരാണ് കേരളത്തിൽ രക്ഷയുമായി വരുന്നത് എന്ന് RSSനെ രൂക്ഷമായി വിമർശിച്ച് ക്രിസ്ത്യൻ സഭകളുടെ മുഖപത്രമായ ദീപിക. ഇന്ത്യയിലുള്ള ആകെയുള്ള ലാൻഡിന്റെ സ്ഥലത്തിന്റെ 1/5 കത്തോലിക്ക സഭയുടെ കയ്യിലാണ് എന്ന ഓർഗനൈസറിന്റെ ആർട്ടിക്കിൾ ഉണ്ടാക്കിയ വിവാദവും അതിനുശേഷം ആ ആർട്ടിക്കിൾ പിൻവലിച്ചതുമൊക്കെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും. അതിനെക്കുറിച്ച് ദീപിക അതിശക്തമായൊരു എഡിറ്റോറിയലാണ് ഇന്നലെ എഴുതിയിരിക്കുന്നത്. ആർക്കാണ് അധികം ഭൂമിയുള്ളത് എന്ന RSS ലേഖനത്തെ ഇവിടെ ആർക്കും ഭയമില്ല. കൂടുതലുള്ളത് കത്തോലിക്ക സഭയ്ക്ക് അല്ലാത്തതിനാൽ മാത്രമല്ല, ഉള്ളതിൽ ഒരു തരി പോലും മതനിയമങ്ങളാൽ തട്ടിയെടുത്തതോ അനധികൃതമോ അല്ല എന്നതിനാലും ഉള്ളതിലേറെ ജനക്ഷേമത്തിന് ഉപയോഗിക്കുന്നത് എന്നതിനാലുമാണ്. RSS പിൻവലിക്കുകയോ നിഷേധിക്കുകയോ ചെയ്ത ലേഖനങ്ങളല്ല, അംഗീകരിച്ചിട്ടുള്ള ആശയങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുമൊക്കെ ഈ രാജ്യത്തെ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ ജീവിതത്തെയും തുല്യബോധത്തെയും ഒക്കെ പരിക്കേൽപ്പിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാരിതര ഭൂ ഉടമസ്ഥർ കത്തോലിക്ക സഭയാണെന്ന RSS ലേഖനത്തിലും അതാണ് കാണുന്നത്. ആ ലേഖനം മോശമായി പോയി. ഇവിടുത്തെ BJP-ക്കാർ ഇടപെട്ട് അത് പിൻവലിപ്പിച്ചത് വളരെ നല്ലതാണ്. ലേഖനം മാത്രമല്ല, ആ മനസ്സാണ് പിൻവലിപ്പിക്കേണ്ടത്. അത് വഖഫിന്റെ കാര്യത്തിലാണെങ്കിലും കത്തോലിക്ക സഭയുടെ കാര്യത്തിലാണെങ്കിലും ക്രിസ്ത്യൻ സഭകളുടെ കാര്യത്തിലാണെങ്കിലും അത് ഒരു മോശം ആറ്റിറ്റ്യൂഡാണ്, മറ്റൊരാളുടെ സ്വത്ത് എണ്ണുക എന്നുള്ളത്. നമ്മുടെ അമ്പലങ്ങളുടെ സ്വത്ത് ഇതേപോലെ എണ്ണി വേറൊരാൾ ഇതെല്ലാം തിരിച്ചു പിടിക്കണം എന്നുള്ള ദുസൂചന നൽകി സംസാരിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. ശ്രീനാഥ ക്ഷേത്രത്തിലും ശബരിമലയും ഗുരുവായൂരും ഒക്കെ അങ്ങനെ എത്രയോ സ്വത്തും കാര്യങ്ങളും ഉണ്ട്. അവൻ വേറെ ആരെങ്കിലും അത് ഇടപെട്ട്, പ്രത്യേകിച്ച് മറ്റ് വിശ്വാസധാരകളിൽ പെടുന്ന സമുദായങ്ങളിൽ പെടുന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞ് ഇതെല്ലാം പിൻവലിക്കണമെന്നുള്ള ദുസൂചനയോടുകൂടി നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. നമ്മൾ ഹിന്ദുക്കൾക്ക് അത് ഇഷ്ടപ്പെടില്ല. അതുപോലെയല്ലേ നമുക്ക് ഹിന്ദുക്കൾക്ക് അത് ഇഷ്ടപ്പെടില്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അത് ഇഷ്ടപ്പെടില്ലല്ലോ. ആർക്കാണ് അധികം ഭൂമിയുള്ളത് എന്ന RSSന്റെ കുറിപ്പിനെ ഇവിടെ ആർക്കും ഭയമില്ല എന്ന് തുടങ്ങുന്ന ആ ലേഖനം അതിശക്തമായ നിലപാടുകളാണ് ഉയർത്തുന്നത്. 17.29 കോടി ഏക്കർ ഇത് ഭൂമിയുണ്ട് അത്രേ നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക്. 20,000 കോടി മൂല്യമുള്ള 7 കോടി ഹെക്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. വഖഫ് ബോർഡിൽ ഉള്ളതിനേക്കാളും കൂടുതലാണെന്നും RSSന്റെ ആർട്ടിക്കിൾ പറയുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്താണ് സഭയ്ക്ക് ഇത്രയും ഭൂമി ലഭിച്ചതെന്നും 1927 ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യൻ ചർച്ച് നിയമം പാസാക്കിയതിന് പിന്നാലെയാണ് വലിയ അളവിലുള്ള ഭൂമി ഗ്രാന്റുകൾ സഭയ്ക്ക് ലഭിച്ചതെന്നും ഇതിന്റെ സാധുതയാണ് ഈ ലേഖനം ചോദ്യം ചെയ്യുന്നത്. ബ്രിട്ടീഷ് സർക്കാർ സഭയ്ക്ക് പാട്ടത്തിന് നൽകിയ ഭൂമിയൊന്നും സഭയുടെ സ്വത്തായി കണക്കാക്കില്ലെന്ന് 1965 സർക്കുലർ പുറപ്പെടുവിച്ചെങ്കിലും അത് നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നും ഓർഗനൈസറിലെ ലേഖനം പറയുന്നു. സഭയുടെ സ്കൂളുകളും ആശുപത്രികളും സൗജന്യമായ കുറഞ്ഞ നിരക്കിലോ സേവനം നൽകി പാവങ്ങളെ മതപരിവർത്തനം നടത്തുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നു ഈ ആർട്ടിക്കിൾ ദുസൂചനയുണ്ട്. അപ്പോൾ അതിനെതിരെ അതിശക്തമായ നിലപാടാണ് ദീപിക ഉയർത്തിയത്. ആ ദീപികയുടെ നിലപാടിന് പൂർണ്ണമായ പിന്തുണയും അഭിവാദ്യവും. കാരണം നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വിശ്വാസികളായവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഒരുപാട് ഭൂമിയുണ്ട്. അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് അതിശക്തമായ നിലപാട് അവര് എടുത്തിട്ടുണ്ട്. ആ ശക്തമായ നിലപാട് തന്നെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഈ മതപരിവർത്തനവാദവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ക്രിസ്ത്യൻ സഭകൾക്കുള്ള ആ നന്മ, ക്രിസ്ത്യൻ സഭകൾ ചെയ്യുന്ന നന്മ നമ്മൾ മറക്കരുത്. ഓർക്കണം, നമ്മുടെ എല്ലാം ആൾക്കാരെ പഠിപ്പിക്കാൻ ക്രിസ്ത്യൻ സഭകൾ മുമ്പോട്ട് വെച്ച നിലപാടുകൾ മഹത്തരമാണ്. ചാവര പിതാവ് അടക്കമുള്ള എത്രയോ പേർ നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിനും നവോത്ഥാനത്തിനും നേതൃത്വം കൊടുത്തു. ഇപ്പൊ എൻ്റെ മുത്തശ്ശി പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളുകളിലാണ്, എൻ്റെ അമ്മ പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലും കോളേജിലുമാണ്, ഞാൻ ഒരുപാട് കാലം പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂൾസിലാണ്. YMCA കാരണമാണ്, യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ കാരണമാണ് ഞാൻ ഡിബേറ്റും സംവാദവും സോഷ്യൽ സ്കിൽസും ഒക്കെ പഠിച്ചത്. എൻ്റെ മോൻ പഠിക്കുന്നത് സെന്റ് തോമസിലാണ്. നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ സഭകൾ നൽകിയ സംഭാവനകൾ വിദ്യാഭ്യാസത്തിന്, ആരോഗ്യത്തിന് ഒക്കെ മഹത്തരമാണ്. ഒരർത്ഥത്തിലും അവരെ ഒറ്റതിരിഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ആർട്ടിക്കിൾ പിൻവലിക്കുകയല്ല, ആ മനസ്ഥിതി പിൻവലിക്കുകയാണ് വേണ്ടത്, ആ ദുരുദ്ദേശം പിൻവലിക്കുകയാണ് വേണ്ടത്. ആ പിൻവലിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വിഷയത്തിൽ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ BJP-യിലെ ഒരു നേതാവ് പറയുന്നത് കണ്ടു, ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, അത് ബാക്കിയുള്ളവർ പറയുന്നതാണ്. എല്ലാവർക്കും അറിയാമല്ലോ ആർട്ടിക്കിൾ വന്നതാണെന്ന്. ഈ കഴിഞ്ഞ April 4 വന്ന ആർട്ടിക്കിൾ അല്ലേ, കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവിടെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി സത്യസന്ധമായിട്ട് പറഞ്ഞു, ആ ആർട്ടിക്കിൾ വന്ന് തെറ്റായിപ്പോയി, അത് പിൻവലിക്കുകയാണ്. ആ രീതിയിലുള്ള ആത്മാർത്ഥമായ സമീപനം വേണം. എല്ലാ മതങ്ങൾക്കും എല്ലാ മത സമുദായങ്ങൾക്കും ആവശ്യത്തിലധികം ഭൂമിയും സ്വത്തും ഒക്കെ ഉണ്ട്. ആരും ദാരിദ്ര്യം പറഞ്ഞ് പരസ്പരം അടികൂടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം ദീപികയുടെ ഈ ആർട്ടിക്കിളിന് ഒരു വലിയ സല്യൂട്ട്. അതിശക്തമായ നിലപാടുകൾ മുമ്പോട്ട് വെക്കാൻ കഴിയണം. ആ രീതിയിൽ
ദീപികയുടെ ഈ നിലപാടിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. വഖഫ് ആണെങ്കിലും ചർച്ചിന്റെ പ്രോപ്പർട്ടി ആണെങ്കിലും അമ്പലങ്ങളാണെങ്കിലും ഒക്കെ ഈ നാടിന്റെ പൈതൃകമാണ്. അത് വിശ്വാസികളുടെ സ്വത്താണ്, നാടിന്റെ സ്വത്തല്ല, വിശ്വാസികളുടെ സ്വത്താണ്, നമ്മുടെ നാടിന്റെ പൈതൃകമാണ്. അത് ഉയർത്തിപ്പിടിക്കാൻ നമുക്കാകട്ടെ. ജയ് ഹിന്ദ്.